ഹായ്. 1.5 വയസ്സുകാരന് നേരിട്ട ആ ദുരിതം, അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യണോ വേണ്ടേന്ന് കുറേ ആലോചിച്ച്. എനിക്ക് അതിനെക്കുറിച്ചുള്ള ന്യൂസൊക്കെ വന്നപ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്ത് വിടുമായിരുന്നു. എനിക്ക് അതിനെക്കുറിച്ച് ചെയ്യാൻ ഞാൻ അശക്തയായിരുന്നു, അതാണ് വാസ്തവം. പിന്നെ ഇന്ന് കുറച്ച് വീഡിയോസ് എല്ലാം കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് 1-2 പേരിലേക്കെങ്കിലും എൻ്റെ ശബ്ദം എത്തുമെങ്കിൽ അത് ഈ സ്ത്രീക്കെതിരെ ഉള്ള പ്രതികരണമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ 1.5 വയസ്സുകാരൻ ഇത്രമാത്രം ദുരിതം ആ ഒരു വീടിനകത്ത് അനുഭവിച്ചപ്പോൾ ഈ അമ്മ എന്ന് പറയുന്ന, ആ കുഞ്ഞിനെ പ്രസവിച്ചെന്നാണല്ലോ പറയുന്ന ഈ സ്ത്രീ, അവർ എവിടെ പോയിരുന്നു? അവർക്ക് രണ്ടാമതൊരു ബന്ധം കിട്ടിയപ്പോൾ കുഞ്ഞൊരു ശല്യം ആണെന്ന് തോന്നിയപ്പോൾ അവരെന്ത് ചെയ്യണമായിരുന്നു? കുഞ്ഞിനെ എവിടെയെങ്കിലും ഭദ്രമായിട്ട് ഏൽപ്പിക്കണം. എന്തിന് പറയുന്നു? കുഞ്ഞിൻ്റെ അമ്മാമ്മ കുഞ്ഞിനെ ഏറ്റെടുത്ത് നോക്കാൻ തയ്യാറായിരുന്നു, പക്ഷേ അതിനും സമ്മതിക്കത്തില്ല. ആ ഒരു അമ്മാമ്മ പാവം, അവർ ഈ കുഞ്ഞിന് ഓരോ ഉപദ്രവം നേരിടുമ്പോഴും അവർ പോലീസിൽ ചെന്ന് കംപ്ലൈൻറ്റ് ചെയ്യും. കാരണം ഈ രണ്ടാനച്ഛനെക്കുറിച്ച് നല്ലതൊന്നും നാട്ടിൽ കേൾക്കുന്നില്ല. അപ്പോൾ അവർക്കറിയാം ഇവൻ്റെ സ്വഭാവം. കുഞ്ഞൊരു ശല്യമായതുകൊണ്ട് അങ്ങനെ അവന് തോന്നിയിട്ട് അവന് എന്തെങ്കിലും കുഞ്ഞിന് ചെയ്യുമെന്ന് അവർക്ക് ഒരു ഭീതി എപ്പോഴും ഉള്ളതുകൊണ്ട് അവർ കുഞ്ഞിൻ്റെ ഓരോ കാര്യത്തിലും അതീവ ശ്രദ്ധാലുവായിരുന്നു. അതുകൊണ്ടാണ് കുഞ്ഞിൻ്റെ കൈ ഒടിഞ്ഞപ്പോഴും അവർ പോയി കംപ്ലൈൻറ്റ് ചെയ്തു. ഓരോ കാര്യങ്ങളും അവർ അന്വേഷിച്ചറിഞ്ഞുകൊണ്ടേയിരുന്നു. ഒരിക്കൽ കുഞ്ഞിനെന്തോ ഉപദ്രവം നേരിട്ടതായിട്ട് അവർക്ക് തോന്നിയിട്ട് അവർ പോലീസിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്തു. കുഞ്ഞിനെ എനിക്ക് തരാൻ പറയുമോ സാറേ, ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. പക്ഷേ കുഞ്ഞിൻ്റെ അമ്മ കുഞ്ഞിനെ കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പോലീസുകാർ ന്യായം അവരോട് പറഞ്ഞു, ന്യായമായ കാര്യമല്ലേ, കുഞ്ഞിൻ്റെ അമ്മയാണ് കുഞ്ഞിനെ വെച്ചേക്കുന്നത്, അവരുടേത് ഞങ്ങൾക്ക് പിടിച്ച് മേടിച്ച് തരാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ അമ്മാമ്മയായിരിക്കാം, പക്ഷേ ഞങ്ങൾക്ക് അതൊക്കെ ചെയ്യുന്നതിന് ഒരു പരിധിയില്ലേ, കുഞ്ഞിൻ്റെ അമ്മയുടെ നിന്ന് പിടിച്ച് മേടിക്കാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നത്, ഏതൊരു പുരുഷനും സ്ത്രീ ആകട്ടെ, നിങ്ങളുടെ ഒരു പാർട്ട്ണർ മരിച്ചു പോവുകയോ ഡിവോഴ്സ് ആകുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമതൊരു ബന്ധം വേണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അവിടെ നിങ്ങളുടെ മുൻ ബന്ധത്തിലുള്ള കുഞ്ഞുങ്ങൾ സുരക്ഷിതരാണോ? ഈ ആൾ വരുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായിരിക്കും? കുഞ്ഞുങ്ങളുടെ ജീവിതം എങ്ങനെ പോകും? ഈ ആളെക്കുറിച്ച് നിങ്ങൾ നേരത്തെ അന്വേഷിച്ചറിയുകയോ, പിന്നെ ആ ആൾക്ക് മുൻ ബന്ധത്തിൽ കുഞ്ഞുങ്ങളുണ്ടോ, ഇനി അതിനെ നോക്കാനാണോ രണ്ടാമതൊരു സ്ത്രീ വേണ്ടത്? ഇതൊക്കെ നമ്മൾ ഒരുപാട് ചിന്തിക്കണം. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇന്നത്തെ സമൂഹം അങ്ങനെയാണ്, കാലത്തിൻ്റെ പോക്ക് അങ്ങനെയാണ്. മുൻ ബന്ധത്തിലുള്ള കുഞ്ഞുങ്ങളെ അംഗീകരിക്കാൻ പലർക്കും മടിയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളൊരു ബാധ്യത അല്ലെങ്കിൽ ശല്യം പോലെ അവർക്ക് തോന്നും. അപ്പോൾ അവർക്ക് കുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കിയാൽ മതിയെന്ന് തോന്നിപ്പോകും. അതിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് അവസാനം കുഞ്ഞുങ്ങളുടെ മരണത്തിലും കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നതിലും ഒക്കെ അവസാനിക്കുന്നത്. ബന്ധം നല്ലത് തന്നെയാണ്, പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല. ഈ സ്ത്രീക്ക് പറ്റിയത്, ഈ സ്ത്രീയുടെ മുൻ ഭർത്താവ് ആത്മഹത്യ ചെയ്തു. അഖിൽ എന്നാണ് അയാളുടെ പേര്. അയാൾ ആത്മഹത്യ ചെയ്ത് ഈ സ്ത്രീയുടെ ചിലപ്പോൾ ദുർനടപടി കാരണമായിരിക്കും. കാരണം ഇതല്ലേ സ്വഭാവം. പ്രസവിച്ച കുഞ്ഞിനെ പോലും മറ്റൊരാൾ ഉപദ്രവിക്കുമ്പം എതിരെയും മൂകയായിട്ട് നിന്ന് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിന്ന ഒരു ദുഷ്ടഹൃദയമുള്ള സ്ത്രീ, അവരെ എന്ത് പറഞ്ഞാണ് അമ്മ എന്നുള്ള വാക്കിനോട് ഉപമിക്കുകയെന്ന് എനിക്കങ്ങോട്ട് പിടികിട്ടുന്നില്ല. ഈ പാലുകൂടി മാറാത്ത പിഞ്ചു കുഞ്ഞ് ഒരായുഷ്കാലം മുഴുവനും ശരീരത്തിൽ ഏൽക്കേണ്ട മുറിവാണ് ആ 1.5 വയസ്സിനിടയ്ക്ക് ആ കുഞ്ഞ് അനുഭവിച്ചത്. ഇവളൊരമ്മയാണോ? സ്ത്രീ സമൂഹത്തിന് തന്നെ അപമാനമായ ഈ ദുഷ്ടഹൃദയമുള്ള ഇവളെ പിന്നെ പരമാവധി ഇവളെ ഉപദ്രവിച്ച് തന്നെ ഇവളെ ജയിലിൽ അടയ്ക്കണമെന്ന് ഞാൻ പറയും. കാരണം എത്രമാത്രം ഇവളൊറ്റയടിക്ക് മരിക്കാൻ പാടില്ല. കാരണം പൊടിക്കുഞ്ഞ്, അവനും അതെ, ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഓരോ വേദന അത് അനുഭവിക്കുമ്പോഴും നിസ്സഹായനായിട്ട് അവൻ കരഞ്ഞിട്ടുണ്ടാവും കേട്ടോ. എൻ്റെ ഹൃദയം നീറിപ്പോകുന്നു പറയുമ്പോൾ. കാരണം കുഞ്ഞിൻ്റെ കാൽവെള്ളയിൽ പൊള്ളിക്കുക, കുഞ്ഞിനെ ചുമരിലടിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ അമ്മ
ഇവൾ എന്തൊരു ദുഷ്ടയാണ്, ഇവൾ അതെല്ലാം കണ്ട് മിണ്ടാതെ നിൽക്കും. അവൾക്ക് ആ രണ്ടാമത്തെ ഭർത്താവ് മാത്രം മതി. ശരി, നിൻ്റെ അമ്മ നിന്നോട് ആ കുഞ്ഞിനെ എത്ര തവണ ചോദിച്ചിട്ടുണ്ട്? നിൻ്റെ അമ്മ, നീ ഒരു തവണയെങ്കിലും ആ അമ്മയ്ക്ക് ആ കുഞ്ഞിനെ കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് ജയിലിൽ പോയി കിടക്കേണ്ടി വരുമായിരുന്നു. ഇത്രയും ദുഷ്ടഹൃദയവും ഹീന പ്രവൃത്തിയും ചെയ്യാൻ ഒരു സ്ത്രീക്ക് പെറ്റ കുഞ്ഞിനോട് എങ്ങനെ തോന്നിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ അവൻ്റെ മുൻ ഭാര്യ, ആ മുൻ ഭാര്യയും ഇവൻ ചതിച്ചിട്ടുണ്ട്. ഇവൻ്റെ അടിയും ഇടിയും ദേഹോപദ്രവവും കാരണം ആ കുട്ടി ഇന്ന് എഴുന്നേൽക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലാണുള്ളത്. അതിൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ആ കുട്ടിയെ അവർ നന്നായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവൾ നേരത്തെ എന്തായാലും അറിഞ്ഞു കാണാതിരിക്കില്ലല്ലോ ഇവൻ്റെ ഈ സ്വഭാവ വൈകല്യങ്ങൾ. എന്നിട്ടും അവൾക്ക് അവനെ മതിയെന്ന് പറഞ്ഞപ്പോൾ നീ ആ കുഞ്ഞിനെ എന്തിന് കൂടെ കൊണ്ടുപോയി? ആ അമ്മൂമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോയെങ്കിൽ ആ കുഞ്ഞിന്ന് എവിടെയെങ്കിലും ജീവനോടെ ഇരിക്കില്ലായിരുന്നോ? പല ഭർത്താവ് മരിച്ച് പിന്നെ ഭാര്യ മരിച്ച് ഒക്കെ ഉള്ള ആളുകൾക്ക് പറ്റുന്ന എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു ബന്ധം തേടുന്നതിൽ തെറ്റില്ല. പക്ഷേ അത് നിങ്ങളുടെ വീട്ടുകാരുമായിട്ട് ആലോചിച്ച് ഉറപ്പിച്ചിട്ടാവുമ്പം അതിൻ്റെ ഒരു ഉറപ്പുണ്ട്. അതിൻ്റെ പിന്നിൽ എന്ത് വന്നാലും വീട്ടുകാരും കൂടെ അതിൻ്റെ സപ്പോർട്ട് വേണം. പക്ഷേ വീട്ടുകാരറിയാതെ നിങ്ങൾ സ്വന്തമായിട്ട് തേടി വെക്കുന്ന ബന്ധത്തിൽ വീട്ടുകാർ ചിലപ്പം നിങ്ങൾ തേടി വെക്കുന്ന പുതിയ ബന്ധത്തിന് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ വീട്ടുകാർ അറിഞ്ഞിട്ടായിരിക്കും അവരത് വേണ്ടെന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾക്കത് തന്നെ വേണമെന്ന് വാശി പിടിക്കുമ്പോൾ നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെങ്കിലും ദയവ് ചെയ്ത് ആ വീട്ടുകാരെ ഏൽപ്പിച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ. കുഞ്ഞുങ്ങളെ കുരുത്തി കൊടുക്കാനായിട്ട് രണ്ടാമത്തെ ബന്ധം തേടരുത്. അങ്ങനെ തന്നെ ഞാൻ പറയും. കാരണം നിങ്ങളുടെ ശാരീരിക സുഖവും നിങ്ങളുടെ അല്ലാത്ത സുഖങ്ങൾ എല്ലാം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ പുതിയ ബന്ധം തേടുമ്പോൾ അവിടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്കില്ലാത്ത എന്ത് സന്തോഷമാണ് നമുക്ക് വേണ്ടത്? നിൻ്റെ പിന്നെ കുഞ്ഞ് നിൻ്റെ മുമ്പേ കിടന്ന് ഈ അവൻ്റെ നിന്ന് ഓരോ പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും ആ കുഞ്ഞ് തളർന്നുറങ്ങുമ്പം നിൻ്റെ മനസ്സ് ഒരിക്കലെങ്കിലും നൊന്തിട്ടുണ്ടോ സ്ത്രീയെ? നിൻ്റെ മനസ്സ് ഒരിക്കലെങ്കിലും നൊന്തിട്ടുണ്ടോ? ഇപ്പം എനിക്ക് ഇത് കേട്ടപ്പോൾ എനിക്ക് ഇതൊക്കെ കേട്ട് തന്നപ്പോൾ കുഞ്ഞിന് ആവശ്യത്തിന് പാല് കിട്ടുന്നുണ്ടായിരിക്കില്ല, കുഞ്ഞിന് ആവശ്യത്തിനുള്ള പോഷകാഹാരങ്ങളൊന്നും കിട്ടി കാണത്തില്ല. പക്ഷേ എന്തുകൊണ്ടോ നല്ല സുന്ദരനായ ഒരു കുഞ്ഞാവാം. നിനക്ക് അതിനെ ഇങ്ങനെ അടിച്ചും ഇടിച്ചും ഉപദ്രവിച്ചും അത് നരകയാതന ആ വീടിനകത്ത് അനുഭവിച്ചപ്പം നീ എങ്ങനെ കണ്ടുകൊണ്ടിരുന്നു? തളർന്നുറങ്ങുമ്പോൾ അതിൻ്റെ മുഖത്തേക്ക് നീ ഒരിക്കലെങ്കിലും നോക്കിയിട്ടുണ്ടോ? നീ നോക്കത്തില്ല. നീ അങ്ങനെയുള്ളൊരു മനസ്സലിവുള്ള അമ്മയായിരുന്നില്ലല്ലോ. നിനക്ക് നിൻ്റെ രണ്ടാം ഭർത്താവല്ലേ വലുത്. കുഞ്ഞിനെ പറ്റി നീ ചിന്തിക്കുന്നേ ഇല്ലല്ലോ. എവിടെയെല്ലാം മക്കളില്ലാത്ത ആർക്കെങ്കിലും കൊടുക്കാമായിരുന്നു, അല്ലെങ്കിൽ ശിശുക്ഷേമ സമിതിയിൽ, അല്ലെങ്കിൽ അമ്മ തൊട്ടില്ലോ എവിടെയെങ്കിലും നിനക്ക് കൊണ്ട് ഏൽപ്പിക്കാമായിരുന്നു. ഒന്നും അല്ലെങ്കിൽ നീ താമസിക്കുന്ന വീടിൻ്റെ മുറ്റത്ത് ആ കുഞ്ഞിനെ ഒറ്റയ്ക്കിട്ടിട്ട് നീയും അവന് എവിടെയെങ്കിലും പോകാത്തതായിരുന്നു. ഇപ്പോൾ കരച്ചിൽ കേട്ടിട്ട് വീട്ടിൽ ആരും ഇല്ലെങ്കിൽ ആരെങ്കിലും എടുത്തു കൊണ്ടുപോയി നോക്കുമായിരുന്നല്ലോ. എന്തിനതിനെ ആ വീടിനകത്തിട്ട് ഇങ്ങനെ നരകിപ്പിച്ച് കൊന്നു? അതാണ് ഞാൻ ചോദിക്കുന്നത്. നിന്നെ ഒരിക്കലും സ്ത്രീകളുടെ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളത്തില്ല. ഇനി ഒരിക്കലും പുറം ലോകം കാണാത്ത വിധത്തിൽ ഇവർക്ക് ജാമ്യം കിട്ടിയോ, ഇനി ജാമ്യം കിട്ടുമോ അതൊന്നും എനിക്കറിയില്ല. പക്ഷേ തുറുങ്കിൽ അടച്ചതായിരിക്കണം, പുറം ലോകം കാട്ടരുത്. കാരണം ഇനി കുറേ നാളത്തെ ശിക്ഷയൊക്കെ അനുഭവിച്ചിട്ട് പുറത്തു വരുമ്പം സുഖജീവിതം നയിക്കാമെന്നൊക്കെ പറഞ്ഞ് പുറത്തോട്ട് വരും. അതിനെ അനുവദിക്കരുത്. നാട്ടുകാർ നന്നായിട്ട് കൈകാര്യം ചെയ്ത് കാണും. അല്ലാതെ ഇവനെയൊക്കെ നാട്ടുകാർ അത്ര മനസാക്ഷിയില്ലാത്തവരല്ലല്ലോ. എല്ലാ നാട്ടുകാരും ഇവൻ്റെ അനീതിയെപ്പറ്റി തന്നെയാണ് പറയുന്നത്. നല്ല നാട്ടുകാരാണ്, പക്ഷേ അവർക്കൊന്നും അറിയത്തില്ല. അവരെങ്ങനെ അറിയുന്നു? ഒറ്റപ്പെട്ടൊരു വീട്ടിൽ ഇവരിങ്ങനെ താമസിച്ച് കുഞ്ഞിനെ ഇങ്ങനെ പീഡനങ്ങൾ ചെയ്യുമ്പോൾ നാട്ടുകാരെങ്ങനെ അറിയുന്നു? എന്നാൽ ഇവൻ വെറും ഒരു ചെറ്റയാണ്. കാരണം പാതിരാത്രി എന്നില്ല പകലെന്നില്ലാതെ ഇവൻ വണ്ടിയിൽ ഒച്ചത്തിൽ പാട്ടിട്ടാണ് നാട്ടുകാർക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന രീതിയിലാണ് ഇവൻ വാഹനം ഓടിക്കുന്നത്. ഇവൻ ഡ്രൈവറാണ് പോലും. പിന്നെ എന്തെന്ന് വെച്ചാൽ ഇവന് ഒരുപാട് വൃത്തികെട്ട സ്വഭാവങ്ങളുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ആ വീടിനകത്ത് കുഞ്ഞിൻ്റെ ഈ
പിന്നെ പീഡനം ആർക്കും ചോദിക്കാൻ ഒക്കില്ല. കാരണം പെറ്റമ്മയാണ് അവിടെ കൂടെ ഉള്ളത്. എന്തായാലും സങ്കടം എന്ന് പറഞ്ഞാൽ ഞാൻ ആ കുഞ്ഞ് അനുഭവിച്ച എല്ലാ ന്യൂസും ഒന്നും ഞാൻ വായിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എനിക്ക് അങ്ങ് സഹിക്കാവുന്നതിന് അപ്പുറമായിപ്പോയി. കാരണം പാലുകൂടി മാറാത്ത പിഞ്ച് കുഞ്ഞല്ലേ, അതിനെ ഇത്രമാത്രം പിന്നെ ദ്രോഹിക്കാൻ അത് എന്ത് പാപമാണ് ചെയ്തത്? നിനക്ക് ആ അമ്മാമ്മയ്ക്ക് കൊടുത്തുകൂടായിരുന്നു? അവർ വാവിട്ട് ചോദിച്ചില്ലേ? അന്നേരം പോലും കൊടുക്കാതെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി തന്നെയാണോ നീ? പിന്നെ എന്തെല്ലാം ഉപദ്രവങ്ങൾ അതിനെ ചെയ്തു? ഒറ്റയ്ക്ക് അതിനെ റോഡിൽ കയറ്റി വിടുക, പിന്നെ ടെറസിൻ്റെ മുകളിൽ കൊണ്ടു നിർത്തുക. എങ്ങനെയെങ്കിലും കുഞ്ഞ് വീണങ്ങ് ചാവണം. അതായത് കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കണം. എനിക്ക് ഇവളോടുള്ള രോഷം കാരണം എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാക്കുകൾ വീണ് പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം കേട്ടോ. കാരണം എനിക്ക് ഈ സ്ത്രീയോട് അത്രയ്ക്ക് രോഷം. എനിക്ക് അയാളോടല്ല രോഷം. കാരണം നൊന്ത് പ്രസവിച്ചത് അവരാണ്. അവർക്ക് ആ വേദന തോന്നിയില്ല എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞ് അനുഭവിക്കുന്ന ക്രൂര പീഡനങ്ങളെല്ലാം കണ്ടു നിന്ന ദുഷ്ടയായ സ്ത്രീ അവരെ തുറുങ്കിലടക്കി തന്നെ വേണം. അവരിനി പുറം ലോകം കാണരുത്. അവനും അതെ. രണ്ടുപേരും എത്ര നാൾ ലോകം അവസാനിക്കുന്നത് വരെ തുറുങ്കിൽ ആണെന്നറിഞ്ഞാലും സന്തോഷമേ ഉള്ളൂ. അത്രയ്ക്ക് വേദനയുണ്ട്. പാലുകൂടി മാറാത്ത പിഞ്ച് പൈതലിനെ ഇങ്ങനെ ചെയ്ത നിന്നെയൊക്കെ ദൈവത്തിൻ്റെ ഒരു കോടതി എന്ന് പറയുന്നതും ഉണ്ട്. മനുഷ്യർ ശിക്ഷിച്ചാലും ഒരിക്കലും ഇനി സൂര്യൻ്റെ വെളിച്ചം കാണരുത് നിങ്ങൾ. അങ്ങനെ നിങ്ങളെ ഇരുട്ടറയിലിട്ട് അടയ്ക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പുതിയ ബന്ധങ്ങൾ തേടി പോകുന്നവരെ നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങളുടെ സുഖം തേടി പോകുമ്പോൾ നിങ്ങളുടെ മക്കൾ ദുരിതത്തിലാകും. ചില രണ്ടാം അച്ഛനും അമ്മയൊക്കെ നന്നായിട്ട് കുഞ്ഞുങ്ങളെ നോക്കുന്നവരുണ്ട്. എനിക്കറിയുന്നവരും ഉണ്ട് കേട്ടോ. അത് നല്ലതായിട്ട് നോക്കുന്നവരൊക്കെ ഉണ്ട്. അവർക്ക് രണ്ടുപേർക്കും മക്കളില്ലാത്തവരാണെങ്കിൽ അവർ ചിലപ്പോൾ ഒരു മനസ്സോടെയൊക്കെ പിന്നെ കുഞ്ഞുങ്ങളെ നോക്കാറുണ്ട്. പക്ഷേ മുൻ ബന്ധങ്ങളിൽ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് നിങ്ങൾ പുതിയ ബന്ധം തേടി പോകുമ്പോൾ നിങ്ങളുടെ മക്കളുടെ സുരക്ഷയും കൂടെ നിങ്ങളൊന്ന് ചിന്തിക്കണം. അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ നമുക്ക് ഇനിയും കേൾക്കേണ്ടി വരും. അങ്ങനെ ഒന്നും കേൾക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഓരോന്നും ഇങ്ങനെ കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റാത്ത വേദനയുണ്ട്. അപ്പോൾ ഇത്രയെങ്കിലും ഇവളെ പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസ്സ് വല്ലാതായി പോകും. അപ്പോൾ ഇനിയും ഉണ്ട് ഒരുപാട് പറയാൻ. പക്ഷേ നമുക്ക് വീഡിയോ ചെയ്യുന്നതിനൊരു ലിമിറ്റില്ലേ. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ എന്ന് പറയാൻ. എൻ്റെ മനസ്സിൻ്റെ സങ്കടമാണ് ഞാനിവിടെ ഇറക്കി വെച്ചത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.